First prize goes to Palakkad district. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വടംവലിയിൽ കിരീടം നിലനിർത്തിയിരിക്കുകയാണ് നമ്മുടെ പാലക്കാട് ജില്ല. എന്താ അവസ്ഥ? സജേട്ട അവിടെ സേഫാണോ? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് ജയിക്കുന്ന ഉറപ്പായിരുന്നു. പിന്നെന്താ പഞ്ഞ നോക്കാൻ? ഇതൊക്കെ ഒരു വലിയ കോച്ച്. പൊതുവെ ഇപ്പൊ ഈ നമ്മുടെ വടംവലി മത്സരങ്ങൾ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ള ശീലിച്ചിട്ടുള്ള വടംവലി മത്സരങ്ങൾ അങ്ങനെയാണ്. ഇത് പക്ഷേ ഫ്രീ സ്റ്റൈൽ വിഭാഗം ആയതുകൊണ്ടാണ് കുറച്ചും കൂടി ഒരു കാമായിട്ട് എല്ലാ കാര്യത്തിലും നോക്കിയിട്ടൊരു വലിയ അല്ലേ? ഓണവലികൾക്ക് ആകുമ്പോഴാണ് നമ്മൾ ആവേശകരമായിട്ട് ഒരു വലി ഒരു കാണികൾക്ക് ആവേശം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയായിട്ട് കാണുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഫ്രീ സ്റ്റൈൽ കൈവലി 2013 തൊട്ട് നമ്മൾ തുടങ്ങിയ ശേഷം ഇവിടെ കൈവലി എന്ന് പറയുന്നത് ഇതൊരു ശൈലിയാണ്. തോൾവേലി കണ്ട് മാത്രം ശീലിച്ചവർക്ക് കൈവലി എന്ന് പറയുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഫ്രീ സ്റ്റൈൽ മത്സരങ്ങളാണ് നമുക്ക് അസോസിയേഷനുകളും അംഗീകരിച്ചുള്ള ഒരു വലിയുള്ളത്. അതുപോലെ തന്നെ ഇത് ആവേശകരത്തിന് അതിനേക്കാൾ കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ വാശിയോടും ആരോഗ്യവും നമ്മളിതിൽ പ്രധാനം തന്നെയാണ്. തോക്കുന്ന തോറ്റു പോകുന്ന ടീം എങ്ങനെയാണെങ്കിലും പ്രാക്ടീസിൻ്റെ കുറവോ സ്റ്റാമിന ഇല്ലാതെ ആകുമ്പോഴാണ് ടീം തോറ്റു പോകണേ. ഇല്ലാതെ ജയിച്ചു വരുന്നു ടീം അതിനനുസരിച്ച് സ്റ്റാൻഡ് ചെയ്ത് തന്നെ വലിച്ചു കയറി വരും. ഇവരുടെ കഷ്ടപ്പാട് വെച്ചാൽ 2-3 വർഷം മാസങ്ങളുമായിട്ട് ഇതിൻ്റെ പുറകെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ടീമാണിത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നാട്ടിൽ പാലക്കാട് ജില്ലയിൽ ടഗ് ഓഫ് വാർ അക്കാദമി കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അക്കാദമി ഉണ്ട്. ആ അക്കാദമിയുടെ കീഴിൽ ഞങ്ങൾക്ക് 3-4 സ്കൂളുകളായിട്ടുണ്ട്. അതിനകത്ത് പാലക്കാട് നിന്ന് വരുന്നത് ഞങ്ങൾ ചെർപ്പളശ്ശേരി സബ് ജില്ല, അതുപോലെ മണ്ണാർക്കാട് സബ് ജില്ല, കൊല്ലങ്കോട് സബ് ജില്ല, 3 സബ് ജില്ലകളിൽ നിന്നുള്ള ശ്രീകൃഷ്ണപുരം സ്കൂളിലെ കുട്ടികളാണെന്ന് തോന്നുന്നു കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 6 കുട്ടികളുണ്ട്. 9 പേരിൽ 6 പേരും ശ്രീകൃഷ്ണപുരത്തെ കുട്ടികളാണ്. ഒരാൾ മണ്ണാർക്കാടും ഒരാൾ കൊല്ലങ്കോട് സബ് ജില്ല. അവിടെ ഞങ്ങൾ മുതലവാടയിലായാലും കടമ്പഴിപ്പുറം, ശ്രീകൃഷ്ണപുരം, മണ്ണാർക്കാട് എന്നീ 4 സ്ഥലങ്ങളിലും അക്കാദമിയിലെ കോച്ചുമാർ തന്നെ ഒരുമിച്ച് നിന്ന് ടീമിനെ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. ഈ ഗെയിം മുന്നോട്ട് പോകണമെന്നും ഒരുപാട് വളർത്തണമെന്നും ആഗ്രഹിച്ച ഞങ്ങളെ പഠിപ്പിച്ചൊരു കോച്ചും കൂടിയുണ്ട്. ആളിപ്പോൾ ഇവിടെ ഇല്ല, ആള് ഇപ്പോൾ ഗൾഫിലോട്ട് പോയി ജോലി സംബന്ധമായിട്ട് പുറത്തോട്ട് പോയിരിക്കുകയാണ്. ആളും അതിലോപരി കീഴില് എൻ്റെ സ്വന്തം കാക്കയാണ്, എൻ്റെ സ്വന്തം ഏട്ടനാണ്. അപ്പോൾ ആള് നിർത്തിയോടത്ത് നിന്ന് ഞങ്ങൾ ആ റിസൾട്ട് നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർ കെട്ടങ്ങണ്ടേ 8 മിനിറ്റ് ബസ്സെറ്റ് പോയി ഞങ്ങൾ 10 മിനിറ്റ് സെറ്റ് ചെയ്ത് വന്ന ടീമാണ്. വിട്ടുകൊടുക്കാൻ പാടില്ലത് വടംവലിയല്ലേ, വാശിയാണ്. പൊതുവെ ഈ പുതിയ പിള്ളേരെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിന് ഫുട്ബോളിന് പിന്നാലെ പോകുന്നത്, ഈ വടംവലി എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? അത് ഞങ്ങളൊരു പാഷൻ. പിന്നെ അറിയണ ഏട്ടന്മാരൊക്കെ മെയിൻ ആളാണ് ഞങ്ങളാണ് വന്നു. ഞങ്ങളുടെ വെച്ചാൽ ആവേശകരമായിട്ടൊരു വലിയാണ്. ഫുട്ബോളിൽ എല്ലാ ടീമിൻ്റെയും അത്ര ആവേശകരമായിട്ട് വരുന്നൊരു വലിയാണ്. അപ്പോൾ ഈ വലി എപ്പോഴും ഞങ്ങൾക്ക് ആവേശമാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും കൊടുത്തുകൊണ്ടിരിക്കും. ഇനി അതേപോലെ 2 കോളേജിലെ കോച്ചുമാരാണ് ഇവർ. MSc കല്ലടി കോളേജിലെ കോച്ച്, സർദേ കോളേജിലെ കോച്ച് ഞങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. 2-3 കോളേജുകളിലായാലും യൂണിവേഴ്സിറ്റി, കേരള ടീമുകളെ പ്രതിനിധീകരിച്ച് ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിനെ പാലക്കാട് നിന്ന് കൊടുക്കുന്നത് പാലക്കാട് നിന്ന് ഞങ്ങളുടെ അക്കാദമിയിൽ തന്നെയാണ്. അപ്പോൾ അവസാനമായിട്ട് ഒന്നും കൂടെ പറഞ്ഞേ, ഇതൊക്കെ ഒരു വലിയ അത്രയും കോൺഫിഡൻസോടെയാണ് പാലക്കാട് തുടർച്ചയായ 2ാം തവണയും കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.